ഇപ്പൊ പല ആളുകളും എനിക്ക് മെസ്സേജ് അയക്കുകയും കമന്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. എനിക്ക് എത്ര ആന്റിബോഡി ഉണ്ട്, എന്റെ TSH ഇത്രയാണ്, ഞാൻ ട്രീറ്റ്മെന്റ് എടുക്കേണ്ടതുണ്ടോ, മരുന്ന് കഴിക്കേണ്ടതുണ്ടോ? പ്രസൻസ് ഓഫ് ആന്റിബോഡി അല്ല നിങ്ങൾക്ക് ട്രീറ്റ്മെന്റ് വേണോ വേണ്ടിയോ എന്ന് നിർണ്ണയിക്കുന്നത്. കാരണം ഇപ്പൊ വന്ന മെസ്സേജുകളുടെ എല്ലാം കൂടുതലും ആന്റിബോഡി ഹൈ ആയിട്ട് നിൽക്കുന്നു, പക്ഷെ TSH ലെവൽ നോർമലാണ്. അപ്പൊ ഒരുപക്ഷെ ഈ ഹോർമോൺ ലെവൽ നോർമൽ ആയതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ നിങ്ങൾക്ക് ട്രീറ്റ്മെന്റ് ഒന്നും കിട്ടാതെ പോയത്. അപ്പൊ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണല്ലോ നിങ്ങൾ പോയിട്ട് ആന്റിബോഡി ടെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ആ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് നോക്കുക. അപ്പം ആന്റിബോഡി ഉണ്ട് എന്ന് കരുതി നിങ്ങൾക്ക് ബുദ്ധിമുട്ടെല്ലാം ഉണ്ടാവണമെന്നില്ല. എന്നാൽ ആന്റിബോഡി നിങ്ങളെ ആക്രമിക്കുന്നുണ്ട്, ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് ചികിത്സ വേണം എന്ന് തന്നെയാണ്. എന്തൊക്കെയായിരിക്കാം ബുദ്ധിമുട്ടുകൾ? ക്ഷീണം, വേദനകൾ, മടി, അലസത, ഓർമ്മക്കുറവ്, പഠിക്കുന്ന കാര്യങ്ങളൊന്നും ഓർത്തിരിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ദേഷ്യം, സങ്കടം, പൊട്ടിത്തെറിക്കുക, ആരോടും സോഷ്യലി നന്നായിട്ട് മിങ്കിൾ ചെയ്യാൻ പറ്റുന്നില്ല, എപ്പോഴും ഉറക്കം തൂങ്ങി ഒന്നും ചെയ്യാനുള്ള ഒരു ഉത്സാഹവും ഇല്ലാതെ ഇങ്ങനെ ഇരിക്കുക, വയറ്റിലെ പ്രശ്നങ്ങൾ, പീരിയഡ്സിന്റെ സംബന്ധമായ പ്രശ്നങ്ങൾ, മുടി കൊഴിച്ചില്, വണ്ണം വെക്കുക, നീര് വെക്കുക, ഈ വക പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ TSH നോർമൽ ആണ് എന്ന് കരുതി നിങ്ങൾ ട്രീറ്റ്മെന്റ് എടുക്കാതിരിക്കരുത്. ഇത് നിങ്ങളുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെയാണ് ബാധിക്കുന്നത്. ഇപ്പൊ ചെറിയ പ്രായമായതുകൊണ്ട് ഒരുപക്ഷെ നിങ്ങൾ വിചാരിക്കുക എനിക്കിതിപ്പോ മാനേജ് ചെയ്യാൻ പോകുന്നുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥയെപ്പറ്റി അല്ല നിങ്ങൾ ചിന്തിക്കുക. ഇപ്പൊ ഇവരൊക്കെ പറഞ്ഞത് കേട്ടില്ലേ, ഇത് ഒന്നിനു പുറകെ ഇങ്ങനെ അസുഖങ്ങൾ കൂടിക്കൂടി വരും. ഇപ്പൊ നമുക്കിപ്പോ 20 വയസ്സിൽ 25 വയസ്സിലാണ് ഇത് കണ്ടുപിടിച്ചത്, ഈ പ്രശ്നങ്ങൾ തുടങ്ങുന്നെങ്കിൽ ഒരു 40 വർഷം കഴിഞ്ഞുള്ള അവസ്ഥ എന്തായിരിക്കും? 40 പോട്ടെ, ഒരു 10 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് ഉണ്ടാവുമോ? അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ അടിക്കടി ഒന്നിനു പുറകെ ഇത് കൂടത്തേ ഉള്ളൂ. ഈ തൈറോയിഡിന്റെ പ്രശ്നം അല്ലെങ്കിൽ ഹാഷിമോട്ടോസ് എന്ന് പറയുമ്പോൾ ഇത് സ്വാഭാവികമായിട്ടും ഇല്ലാതാവുന്ന ഒരു അസുഖമല്ല. നിങ്ങൾക്ക് അതിന് കൃത്യമായിട്ടുള്ള സപ്പോർട്ട് കൊടുത്താൽ മാത്രമേ ഈ അസുഖത്തെ ഒന്ന് കൺട്രോൾ ആയിട്ടെങ്കിലും നിൽക്കുകയുള്ളൂ. അപ്പൊ ഇത് മുന്നോട്ട് ഉണ്ടാക്കാൻ പോകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് എന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ തന്നെ ചിന്തിക്കണം, ഇപ്പൊ ഈ പ്രശ്നങ്ങൾ എനിക്ക് എന്റെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ ബാധിക്കുന്നുണ്ടോ, എന്നെ അൺഹെൽത്തി ആക്കി മാറ്റുന്നുണ്ടോ? ഇത് ചിന്തിക്കേണ്ടത് നിങ്ങൾ ഓരോരുത്തരുമാണ്. നിങ്ങൾ സ്വയം ഒന്ന് വിലയിരുത്തി നോക്കുക, നിങ്ങളുടെ ഹെൽത്തിന്റെ സ്റ്റാറ്റസ് എന്താണ്. അപ്പൊ അത് പ്രകാരം നിങ്ങൾക്ക് തീരുമാനിക്കാം ചികിത്സ വേണോ വേണ്ടയോ.